ഗൈസ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോയിൽ നമ്മൾ ജിദ്ദയിലെ വീഡിയോസ് ആയിരുന്നു ചെയ്തത്. ഇന്ന് നമ്മൾ വീക്കെൻഡിൽ തായിഫ് എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത്. ഞങ്ങൾ സൗദിയിലുള്ളവരെ ഊട്ടിയാണ് തായിഫ്. അപ്പോൾ തായിഫിലെ അതിമനോഹരമായ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയുടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വ്ളോഗിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്. നമുക്ക് തായിഫിലേക്കുള്ള യാത്രയും അതുപോലെ തായിഫിലെത്തിയിട്ടുള്ള തായിഫിൻ്റെ ഭംഗിയൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ ആസ്വദിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മക്കയുടെ ഭാഗങ്ങളാണ്. മക്കയിൽ നിന്ന് 2 റൂട്ടുണ്ട് തായിഫിലേക്ക്. ഒന്ന് ചുരം വഴി കയറി പോകാം, മറ്റൊന്ന് വലിയ ട്രക്കുകളൊക്കെ പോകുന്ന റൂട്ടുണ്ട്. അതിൽ ചുരമല്ല, കയറ്റം കയറി പോകണം, പക്ഷേ ചുരം റോഡല്ല. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ആ വഴിയിലൂടെയാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചുരം കയറി പോകുന്ന വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ മക്ക സിറ്റി വിട്ടുകൊണ്ട് ഇപ്പോൾ ആ റൂട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ കാണുന്നതാണോ, ഇതാണ് മക്കയിലെ പ്രശസ്തമായ ജബൽ നൂർ. അതായത് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മലയാണ് ജബൽ നൂർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു മലയുടെ മുകളിലാണ് ഹിറാ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മക്കയിൽ വന്നവരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ പ്രദേശത്തിന് തന്നെ ജബൽ നൂർ എന്നാണ് അറിയപ്പെടുക. അതായത് പ്രകാശത്തിൻ്റെ മല എന്ന അർത്ഥം വരുന്ന ജബൽ നൂർ. അപ്പോൾ സൗദി സന്ദർശിക്കാത്ത നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ നല്ലൊരു കാഴ്ചയാവും. ഇത് ഈ കാണുന്ന ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന മലയാണ് ജബൽ നൂർ എന്നറിയപ്പെടുന്നത്. ആളുകൾ അതിലേക്ക് കയറി പോകുന്ന ഒരു പാത നിങ്ങൾക്ക് കാണുന്നുണ്ട്, നമ്മുടെ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ടറിയാം. ഇപ്പോൾ പൊതുവെ കോവിഡൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് ആളുകൾ കയറി പോകുന്നില്ല. അല്ലാതെ ഉംറയ്ക്കുള്ള സമയത്ത് നിറയെ ആളുകൾ നിത്യേന വയസ്സായവരും ആവാത്തവരൊക്കെ തന്നെ ഇവിടെ സന്ദർശിക്കാറുണ്ട്. നമ്മൾ മക്കയുടെ ഔട്ട്സ്കേർട്ടിലെത്തി, അതായത് ഷെറായ എന്നൊരു ഏരിയയിലൂടെയാണ് പോകുന്നത്. ഈ ഒരു ഏരിയ കഴിഞ്ഞാൽ മക്ക സിറ്റി ഏകദേശം തീർന്നു. അപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് ഒരു സ്റ്റേഡിയം കാണാം. മക്കത്തുള്ളൊരു സ്റ്റേഡിയമാണത്, ഫുട്ബോൾ സ്റ്റേഡിയമാണ്. ഇതിലെ റൈറ്റ് സൈഡിലോട്ട് തിരിഞ്ഞുകൊണ്ട് റിംഗ് റോഡ് കയറിപ്പോയ ജുറാന എന്നൊരു ചെറിയ പ്രദേശത്തെത്തും. ഈ ജുറാനയിലും ഒരുപാട് ചരിത്രങ്ങളൊക്കെ അല്ലേ പോകുമ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ എന്തൊക്കെ പ്രാധാന്യമില്ല ഒരു ഇതൊക്കെയുണ്ട് ജുറാനയിൽ. യെസ്, ജുറാന മീക്കാത്താണ്. ഇതാണ് മക്കയിലെ സ്റ്റേഡിയം. കിങ് അബ്ദുൽ സ്പോർട്സ് സിറ്റിയാണ് ഈ കാണുന്നത്. ഒരു ചെറിയ സ്റ്റേഡിയമാണ്, ജിദ്ദയിലെ പോലെ വലിയ സ്റ്റേഡിയം ഒന്നല്ല. ശരിക്കും ഈ റോഡ് റിയാദ് റോഡാണ്. അപ്പോൾ വലിയ ട്രക്കുകളൊക്കെ ഈ വഴിയാണ് പോവുക. സാധാരണ തായിഫിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചുരം റോഡ് കയറിയിട്ടാണ് പോകാറുള്ളത്. ഇത് ഒരു 6 വരി പാതയാണ്. മക്ക തായിഫ് പ്രദേശങ്ങളൊക്കെ ഇതുപോലെ മൊട്ട മലകളായിരിക്കും. നമ്മുടെ നാട്ടിലാകുമ്പോൾ ഇതിലൊക്കെ മരങ്ങളുണ്ടാവും.
ഹാജറ പൂ ഹാജറ. പോണ വഴിയിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ കൂടെ നിർത്തിയതാണ് ഇവിടെ. കലാകാരൻ കലാകാരൻ പ്രിയനിൻ പ്രേമമെന്നിൽ ചേർത്തുരാതേ കലാകാരൻ. ഒരു പാട്ട് സംസ്കൃതം. സംഭവം ഇരുട്ടായി. ഇനി കാഴ്ചകൾക്ക് വലിയതുണ്ടല്ലോ. നമ്മള് തായിഫ് നഗരത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. Color and things to say, and all this like
അപ്പോൾ സമയം വളരെ വൈകിയതുകൊണ്ട് തായിഫിൻ്റെ മറ്റുള്ള നല്ല കാഴ്ചകളൊന്നും പകർത്താൻ പറ്റിയില്ല. സിറ്റി മാത്രമേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. തുടർന്നിരുന്ന വീഡിയോയിൽ നമുക്ക് തായിഫിൻ്റെ മറ്റുള്ള മനോഹരമായ പ്രദേശങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാം. അപ്പോൾ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക, അഭിപ്രായങ്ങളൊക്കെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ നല്ല കാഴ്ചകളുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.